കത്തിജ്വലിക്കുന്ന നക്ഷത്രം പോലെ ആ പ്രകാശം ഇറങ്ങി വന്ന ആ സൂര്യനാണ്, നൂറുള്ളയാണ്, ആകാശമായ പ്രകാശമാണ്. അതാ കത്തിജ്വലിക്കുന്ന നക്ഷത്രം. നിങ്ങൾ രാത്രി നക്ഷത്രത്തിലേക്ക് പോണ്ട. അത് നമുക്ക് പൂർണ്ണമായി കാണാൻ കഴിയില്ല. ഇവിടെ ഏകദേശം പൂർണ്ണമായി കാണാം. അപ്പോൾ കത്തിജ്വലിക്കുന്ന നക്ഷത്രത്തെ പോലെ ഞാൻ മനസ്സിലാക്കുന്ന ആ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിന്നാണ് എല്ലാം. ആ പ്രകാശത്തിന് മേലല്ല, മേലിന് പണ്ഡിതന്മാര് പറഞ്ഞ ആ പ്രകാശത്തിൽ നിന്നുള്ള ആ പ്രകാശ കിരണങ്ങളാണ് പ്രസരിച്ചു വന്ന് ഇതിനെ പ്രകാശിക്കുന്നവരാ ആ പ്രകാശ കിരണങ്ങൾ. അതില്ലെങ്കിൽ ഇതില്ല. പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം. അപ്പൊ എന്താ? പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ്, പ്രകാശത്തിന് മേലല്ല. അത് അവര് കാണാത്തവര് അങ്ങനെ പറയും, കാണുന്നവര് ഇത് കാണിച്ചു തരികയാണല്ലോ. ആ കിരണങ്ങളാണ് പ്രസരിച്ചു വന്ന് പ്രപഞ്ചം സകലമാനം പ്രകാശ കിരണമല്ലാതെ നിങ്ങൾ തന്നെ ആ പ്രകാശം കിരണങ്ങളായി വന്ന് നിങ്ങൾ ശ്വസനത്തിലൂടെ വലിച്ചിട്ട് നിങ്ങൾ താങ്ങി നിർത്തുന്ന ഇവിടെ നിങ്ങളെന്നെ നോക്കി പറയും. എവിടെ താങ്ങി നിർത്തുന്ന? ആരാ താങ്ങി നിർത്തുന്നത്? നിങ്ങൾ തന്നെ പ്രകാശിക്കുന്നു. ഞാനൊരു പ്രതിമയാണ്. പ്രതിമയാണ് 24 മണിക്കൂറിലും. അതിന്റെ ഉള്ളില് നിങ്ങൾ പ്രതിമല്ല, നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ചെറുപതിപ്പാണ്. ഈ മാതാപിതാക്കളുടെ, ഭൂമി എന്ന മാതാവും പ്രകാശം എന്ന പിതാവിൻ്റെയും ചെറുപതിപ്പാണ് നിങ്ങൾ. മാതാപിതാക്കളുടെ ആണവും പെണ്ണുമായിട്ട് ഇരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ. ഇല്ല, ഒരു തുള്ളിയിലോ. നിന്റെ തുള്ളി എന്ന് പറയുമ്പോൾ ആളുകൾ ഇതാക്കാം. നിങ്ങളുടെ ശരീരത്തിൽ ഒരാണ് കൊടാനക്കൊടി അണുക്കളും ജീനുകളിലുള്ള ഒന്നെടുത്തോ അതിനും നിങ്ങളെ പുനർജനിപ്പിച്ചെടുക്കാം. അപ്പൊ തുള്ളിയിലും ഒരു അണുവിലും നിങ്ങൾ പൂർണ്ണമായിരിക്കുന്നു. അതിന് ഉദാഹരണം പറഞ്ഞിട്ടെ, അത് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇയാള് ഇവിടെ മുരിങ്ങ മരമില്ല. എപ്പോഴും മുരിങ്ങ ഉണ്ടെങ്കിൽ 2 ഇല പറിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇദ്ദേഹം 2 കൊമ്പ് അന്ന് കൊണ്ടുവന്ന് അത് പോയി ഇപ്പം 2 കൊമ്പ് കൊണ്ടുവന്നത്. മുരിങ്ങ, വലിയ വൃക്ഷത്തിന് മുരിങ്ങന്റെ ചെറിയൊരു കൊമ്പ് നിങ്ങൾ പൊട്ടിച്ച് കൊണ്ടുവന്ന് കുഴിച്ചിട്ടാൽ ആ കൊമ്പിൽ, ആ അണുവിലും ആ മുരിങ്ങക്കായും കൊടാനക്കൊടി മുരിങ്ങക്കായും ആ ഒരു അണുവിലും നിറഞ്ഞിരിക്കുന്നു. ഇത് ആ വൃക്ഷവും ആ ഇലകളും മുരിങ്ങയും എന്ന പോലെ എല്ലാം. അതുപോലെ അതിന് വിത്തുണ്ട് കേട്ടോ. മുരിങ്ങയുടെ കായിൻ്റെ അകത്ത് വിത്തുണ്ടാവും. അത് കുഴിച്ചുണ്ടാക്കാൻ വലിയ പ്രയാസമാണ്. ഇത് കൊമ്പ് കുഴിച്ചിട്ടാൽ പറ്റാതാവല്ലോ. അപ്പോ വിത്തിലും ആ പൂർണ്ണത അതിന് വേണ്ടുന്ന വിശേഷ ഗുണങ്ങളാകുന്ന പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുന്നതാണ് ഓരോ വിത്തും. എന്ന പോലെ പ്രപഞ്ചത്തിൻ്റെയും അതിലപ്പുറമുള്ളതിൻ്റെയും ഒരു വിത്താണ് ആ പ്രകാശം. ഇത് ഈ ആകാശഭൂമിയുടെ പ്രകാശം എന്നും ജ്യോതി എന്നും നമ്മൾ പറഞ്ഞ നൂറിലെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെയും നമ്മളീ എല്ലാം ഉൾക്കൊണ്ടുന്ന എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വിത്താണ്. ആ വിത്ത് ഒരംശം തിലങ്ങളെല്ലാം ഉണ്ട്. ഇനിയും കോടാനക്കോടി വർഷങ്ങൾക്ക് ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവുന്നതൊക്കെ അതിലുണ്ട്. അറ്റമില്ല, പരിധിയില്ല. അപ്പൊ അംശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ അംശത്തിലും. അപ്പൊ ഉദാഹരണം അങ്ങോട്ടൊന്നും പോണ്ട, നമ്മൾ ചെറിയ ബുദ്ധി കൊണ്ട് നോക്കാം. ഒരു മുരിങ്ങന്റെ ചെറിയ കൊമ്പിലും ഒരു മുരിങ്ങ മരവും കോടാനക്കോടി മുരിങ്ങ കായ്കളും ഇലകളും ഉണ്ട്. അപ്പൊ ഓരോ അംശത്തിലും ഇത് പെട്ടെന്ന് മനസ്സിലാകുന്നതല്ലേ നമുക്ക് പറയാനുള്ളത്. നമ്മൾ വിഷാദയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നില്ല നിങ്ങളെ. അപ്പൊ ഓരോ അണുവിലും ഓരോ അംശത്തിലും എല്ലാ പൂർണ്ണതും നിറഞ്ഞിരിക്കുന്നു. അംശം എന്ന് പറഞ്ഞ വിടരുത്. ഓക്കെ. ചെറിയ വിത്തിന്റെ അതിന്റെ എല്ലാ ഗുണങ്ങളും അടക്കം ചെയ്തു. അതുപോലെ ഈ പ്രപഞ്ച സകലമാനവും ഈ കോടാനക്കോടിയുള്ള എല്ലാം ആ ഒരു വിത്തില് ഉൾക്കൊണ്ടിരിക്കുന്നു. അതിനാണ് മീമെന്ന് പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുന്നത്. മീമെന്ന് പറഞ്ഞത് അത് ഉൾക്കൊണ്ടിരിക്കുന്നവനാ മുറബി എന്ന് പറഞ്ഞത്. ആ മീമായ റബ്ബ് അതാണ് ഞാൻ അതാണെന്ന് പറയാനോ ആരൊക്കെ പറയാൻ കഴിയാൻ. ഞാൻ ലോകത്തോടെ പറഞ്ഞത് ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക.
ഞാൻ നിങ്ങളോടല്ല, നിങ്ങൾ കുറച്ച് ആളുകളോടല്ല പറഞ്ഞത്. ഞാൻ ഭൂഗോളത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളിലുള്ള എല്ലാ കൊടാനക്കൊടി മനുഷ്യരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനാണ് മുന്നിലിരിക്കുന്ന കുറച്ച് ആളുകളോടല്ല. പൊട്ടത്തരം പറഞ്ഞ് നിങ്ങൾ പറ്റിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഭൂമിയിലെ കോടാനക്കോടി മനുഷ്യരോട്, ശാസ്ത്രജ്ഞന്മാരോടുമാണ് പറയുന്നത്. അവർ ചോദിക്കട്ടെ, ഞാൻ കാണിക്കാം, പറയാം. ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി കാണിക്കാം. ഉദ്ദേശിക്കുന്നവരെ അവൻ പ്രകാശത്തിലേക്ക് മാർഗദർശനം 35-ാമത്തെ ആ വാക്യത്തിൽ തന്നെ പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചവരെ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാം പറഞ്ഞത് പല പ്രാവശ്യം. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ തൻ്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം നൽകുന്നു. എല്ലാത്തവർക്കും ഉപമകളെ വിശദീകരിച്ചു. ആ സൂറത്ത് പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഉപമ ഇതാന്നല്ല പറഞ്ഞത്. അള്ളാഹു 100 കൊല്ലല്ല, ആകാശഭൂമികൾ പ്രകാശമാണ് അള്ളാഹു അല്ല. അതിന്റെ ഉപമ ഇതാ, ഉപമയെ ഉദാഹരണങ്ങളാണ് പറയാൻ പോകുന്നത്. അതെല്ലാം പറഞ്ഞ് അവരെ വിളക്കുമാടും വിദേശ സ്വദേശിയല്ലാത്ത എണ്ണ കൊണ്ട് കത്തിക്കൊണ്ടും കത്തിജ്വലിക്കുന്ന നക്ഷത്രം പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ്റെ പ്രകാശത്തിലേക്ക്, ആകാശഭൂമികൾ പ്രകാശമായ അള്ളാഹുവിലേക്ക് മാർഗദർശനം നൽകുന്നു. ദർശനം കാഴ്ച നൽകുന്നു, കാണിച്ച് അതിൽ കൊണ്ട് എത്തിക്കുന്നു. എല്ലാത്തവർക്കും ഉപമകളെ വിശദീകരിച്ച് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാഴ്ച നൽകി അതിൽ കൊണ്ട് എത്തിക്കുന്നവനാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ പ്രകാശമാണ്. ആ പ്രകാശത്തിൻ്റെ നാഥനാണ്, ആത്മാവ് ആയ അള്ളാഹുവാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്.